നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിലെ പ്രധാന കെട്ടിടം വികസന പരിധിക്ക് പുറത്ത്. സ്റ്റേഷൻ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനാണ് ദുരവസ്ഥ. നിർത്തിയിട്ടിരുന്ന ബൈക്കിൽ നിന്നും പെട്രോൾ ഊറ്റിയെടുത്ത കേസിലെ പ്രതി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയോടി. പേരാൾ നിരോളിലെ റുമൈസ് ആണ് രക്ഷപ്പെടുവാൻ ശ്രമിച്ചത്. നിർച്ചാൽ മാടത്തടുക്ക ചോയ്മുല റോഡിന്റെ ശോചനീയാവസ്ഥ, നടപടി വേണമെന്ന് നാട്ടുകാർ. ബസ്സിൽ കടത്തവേ മെത്താഫെറ്റമിൻ മയക്കുമരുന്നുമായി യുവാവ് അറസ്റ്റിൽ. കുഞ്ചത്തൂരിലെ ഹൈദരലിയാണ് എക്സൈസ് പിടിയിലായത്. പാദപൂജ വിവാദം. ചക്രപാണി വിദ്യാമന്ദിരത്തിനെതിരെ DYFI നടത്തിയ മാർച്ചിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ പ്രതിഷേധം. ആസിഫ് അലി പാടലടുക്കയുടെ പ്രവാസം ജീവിതം യാത്രകൾ പുസ്തകം പ്രകാശനം ചെയ്തു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പ്രകാശനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ആദർശ സ്റ്റേഷനായ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിലെ അടിസ്ഥാന സൗകര്യ വികസനം അന്തിമഘട്ടത്തിലെത്തിയിട്ടും പ്രധാന കെട്ടിടത്തിന്റെ അവസ്ഥ പരിതാപകരമായി തുടരുന്നു. സ്റ്റേഷൻ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് വികസന പരിധിക്ക് പുറത്ത് സിഗ്നൽ കാത്തുനിൽക്കുന്നത്. സ്ഥിരം യാത്രക്കാരുൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ദിനംപ്രതി ആശ്രയിക്കുന്ന ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള കെട്ടിടത്തിലാണ് ഈ സ്റ്റേഷന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. മഴ പെയ്താൽ കെട്ടിടം ചോർന്നൊലിക്കുവാൻ തുടങ്ങും. ചോർച്ച ഒഴിവാക്കാൻ കെട്ടിടത്തിന്റെ മേൽക്കൂര ടാർപോളിൻ ഷീറ്റിട്ട് മൂടിയിരിക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടറും സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനാണ് ഈ ദുരവസ്ഥ. റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ ഭാഗമായി ടിക്കറ്റ് കൗണ്ടറിനും മറ്റുമായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇതുവരെ തുറന്നില്ല. നവീകരണത്തിന്റെ ഭാഗമായി ടിക്കറ്റ് കൗണ്ടർ നിലവിലുള്ള കെട്ടിടത്തിന്റെ പിറകുവശത്തേക്ക് മാറ്റിയിട്ട് കാലമേറെയായി. ഇതും യാത്രക്കാർക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. പുതിയ ബിൽഡിംഗ്, ടിക്കറ്റ് കൗണ്ടർ, അതേപോലെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ഇരിക്കുന്ന ബിൽഡിംഗ് എല്ലാം നിർമ്മിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ഇതുവരെ അത് തുറന്നു കൊടുക്കില്ല. ഇപ്പോഴും ആ പഴയ ബിൽഡിങ്ങിൽ തന്നെയാണ് ഉള്ളത്. അതിൽ മഴയ്ക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയും. അതേപോലെ യാത്രക്കാർക്ക് ഉള്ള മേൽക്കൂര അതും ഇല്ല. മഴക്കാലത്ത് ഏറെ പ്രയാസപ്പെടുന്നു അവിടെ വരുന്ന യാത്രക്കാർക്ക്. അപ്പോൾ നിലവിൽ പുതിയ ബിൽഡിങ് നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ സൗകര്യം ജനങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ഇതിന് ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. സ്റ്റേഷനിൽ പുതിയ സിഗ്നൽ കെട്ടിടം നിർമ്മിച്ചാൽ മാത്രമേ പഴയ കെട്ടിടം ഒഴിവാക്കാൻ പറ്റൂ. പലയിടത്തും ഇലക്ട്രിക്കൽ ഇന്റർലോക്ക് സംവിധാനം നടപ്പാക്കി വരികയാണ്. ഇത് നടപ്പാകുന്നതോടെ മാത്രമേ സ്റ്റേഷനിലെ ദുരിതത്തിന് അറുതിയുണ്ടാകൂ. ഈ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ നിന്നും ശാപമോക്ഷം ലഭിക്കാൻ എത്ര കാലം കാത്തിരിക്കണമെന്നാണ് നാട്ടുകാരും യാത്രക്കാരും ചോദിക്കുന്നത്. സ്റ്റേഷനിൽ ഇരുവശങ്ങളിലും പ്ലാറ്റ്ഫോമിന്റെ നവീകരണ ജോലികൾ പൂർത്തിയായിട്ടുണ്ട്. പഴയ പ്ലാറ്റ്ഫോം പൊളിച്ചുമാറ്റി ഉയർത്തിയാണ് പുതിയത് പണിതിരിക്കുന്നത്. മുൻപ് ട്രാക്കിൽ നിന്ന് 50 സെന്റിമീറ്റർ ഉയരമുണ്ടായിരുന്ന പ്ലാറ്റ്ഫോം 85 സെന്റിമീറ്ററായി ഉയർത്തി കോൺക്രീറ്റ് ചെയ്തു. പടിഞ്ഞാറ് ഭാഗത്ത് പ്ലാറ്റ്ഫോമിനോടനുബന്ധിച്ച് ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുണ്ട്. 500 മീറ്റർ നീളമുള്ള പഴയ പ്ലാറ്റ്ഫോം വടക്ക് ഭാഗത്തേക്ക് 70 മീറ്റർ കൂടി നീട്ടി. പ്ലാറ്റ്ഫോമിലെ പഴയ ആസ്പെറ്റോസ് മേൽക്കൂര മാറ്റി പകരം ടിൻ ഷീറ്റാക്കി. ഇരുവശങ്ങളിലും പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയതും യാത്രക്കാർക്ക് ഗുണകരമാണ്. ഈ വികസനങ്ങളെല്ലാം നടക്കുമ്പോൾ സ്റ്റേഷനിലെ പ്രധാന കെട്ടിടത്തിന്റെ അവസ്ഥ പരിതാപകരമായി തുടരുന്നത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കുമ്പള റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കിൽ നിന്നും പെട്രോൾ ഊറ്റിയെടുത്ത കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതി സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയോടി. പേരാൾ നിരോളിലെ റുമൈസ് ആണ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിച്ചത്. പോലീസ് സംഘം ഉടൻ തന്നെ ഇയാളെ പിന്തുടരുകയും പിടികൂടുകയും ചെയ്തു. കുമ്പള റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പാർക്കിംഗ് സ്ഥലത്ത് നിർത്തിയിടുന്ന ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് പെട്രോൾ മോഷണം പോകുന്നത് നിത്യസംഭവമാണ്. കുമ്പള പോലീസിന് നിരവധി പരാതികളാണ് ഇത് സംബന്ധിച്ച് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇതേ തുടർന്ന് കുമ്പള അഡീഷണൽ SI C പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നതിനിടെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് 2 പേർ ബൈക്കിൽ നിന്നും പെട്രോൾ ഊറ്റുന്ന സംഭവം നേരിൽ കാണുകയും ചെയ്തു. ഇവരിലൊരാളായ റുമൈസിനെ പിടികൂടിയെങ്കിലും രണ്ടാമനായ റിസ്വാൻ പോലീസിനെ തള്ളിമാറ്റി ഓടി രക്ഷപ്പെട്ടു. കസ്റ്റഡിയിലെടുത്ത റുമൈസിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ഇയാൾ ഇവിടെ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. പോലീസുകാരുടെ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു സംഭവം. പോലീസ് സംഘം ഉടൻ തന്നെ ഇയാളെ പിന്തുടരുകയും പിടികൂടുകയും ചെയ്തു. മോഷണത്തിന് പുറമെ റുമൈസിനെതിരെ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഓടിയതിന് മറ്റൊരു കേസും കൂടി എടുത്തതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
റോഡും നടപ്പാതയും തകരാറിലായതോടെ പുറത്തിറങ്ങുവാൻ പോലും ബുദ്ധിമുട്ടി ഒരു നാട്. നീർച്ചാൽ മാടത്തടുക്ക ചോയ്മൂല റോഡിന്റെ ശോചനീയാവസ്ഥയിൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. ബദിയടുക്ക പഞ്ചായത്തിലെ 2ാം വാർഡ് പരിധിയിൽ മാടത്തടുക്ക ചോയ്മൂലയിൽ വാഹനങ്ങൾ പോലും ഇറങ്ങാതെ ബുദ്ധിമുട്ടിലായി നാട്ടുകാർ. മഴയെത്തിയതോടെ ശോചനീയാവസ്ഥയിലായ റോഡിലൂടെ കിലോമീറ്ററോളം നടന്നു പോയാൽ മാത്രമേ വാഹനങ്ങൾ വരുന്ന സ്ഥലത്തെത്തുകയുള്ളൂ. വിദ്യാർത്ഥികളും സ്ത്രീകളും പ്രായമായവരും അടങ്ങുന്ന നിരവധി കുടുംബങ്ങളാണ് പ്രദേശത്ത് താമസിച്ചു വരുന്നത്. ആശുപത്രിയിലെത്താൻ പോലും നിർവാഹമില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. സ്വന്തമായി വാഹനങ്ങളുള്ളവർ പോലും റോഡിലൂടെ വാഹനങ്ങൾ ഇറക്കാതെയായി. സ്കൂൾ ബസ്സിനടുത്തേക്ക് എത്താൻ പോലും കുട്ടികളും മാതാപിതാക്കളും നടന്നു പോകുന്നത് ചെറിയ ദൂരമല്ല. പുറത്തിറങ്ങാൻ പോലും ആവാത്ത സ്ഥിതിയാണ് നാട്ടുകാർക്കിപ്പോൾ. ഓട്ടോ ഡ്രൈവർമാർ വഴിയുടെ സ്ഥിതി അറിഞ്ഞ് ഫോൺ എടുക്കാൻ പോലും മടിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. മാടത്തടുക്ക ചോയ്മൂല റോഡാണ്. പിന്നെ താഴെ അമ്പലമുണ്ട്. ഇത് കുറേ പ്രാവശ്യമായി ഈ ടാറിങ് ആകത്ത്. പാതി വരെ ആയിന്. ഇത് ബദിയടുക്ക പഞ്ചായത്ത് 2ാം വാർഡ് ഉള്ള റോഡാണ്. അവരോട് ചോദിക്കുമ്പോൾ അവരെന്ത് മറുപടി നമുക്ക് കൊടുക്കുന്നില്ല. ഇത് കുറേ വർഷമായി ഇത് ഇങ്ങനെയുള്ളത്. സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാതി വെയിൽ ഇട്ടിട്ട് പോകുന്നത് വണ്ടിക്കാരെല്ലാം. അതിനൊന്ന് പഞ്ചായത്ത് നടപടിയെടുക്കാനൊന്ന് നാട്ടുകാർ അറിയിക്കുന്നു. നടന്നു പോകുവാൻ കഴിയുന്ന വഴിയിലെ പാലത്തിന്റെ സ്ഥിതിയും മറിച്ചല്ല. ഒരാൾ മാത്രം നടക്കാൻ പാകത്തിലുള്ള ചെറിയ വഴിയുടെ വശങ്ങളിലായി കാടും കുളവുമുണ്ട്. മഴക്കാലം കൂടി എത്തിയതോടെ വഴിയുടെ സ്ഥിതി കൂടുതൽ മോശമായി. കൈവരി പോലും ഇല്ലാത്ത പാലത്തിലൂടെ മക്കളെ എങ്ങനെ സ്കൂളിലേക്ക് അയക്കുമെന്നാണ് നാട്ടുകാരിയായ ശ്രുതിമോൾ പറയുന്നത്. ഇതിട്ട് നടന്നു പോകുന്ന പാലാണ്. തോടൊക്കെ കാണുന്നുണ്ടല്ലോ. പക്ഷെ ഇത് നോക്കി എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ ഈ മക്കൾ രാവിലെ ഈ നല്ല മഴയത്തൊക്കെയാണ് ഇതിൽ പോകുന്നത്. അപ്പം നമുക്ക് തന്നെ പേടിയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ അപകടങ്ങൾ കുറേ ഇപ്പോൾ വഴുതലെല്ലാം ഉള്ളതല്ലേ ഈ പാലത്തിൽ. അതിൻ്റെ കൈവരിയില്ല, എല്ലാം പൊട്ടിപ്പൊളി. നോക്കുക, കുളം നോക്കറോ, ഈ അടുത്തന്നെ കുളമുണ്ട്. ഇതിലെങ്ങനെ മക്കളെ വിടല്? പ്രദേശത്തെ ജനങ്ങൾ തന്നെ മുൻകൈയെടുത്ത് നിരവധി തവണ റോഡ് നന്നാക്കാൻ ശ്രമിച്ചിട്ടും ഫലമുണ്ടായില്ല. മഴയും കൂടി വന്നതോടെ പ്രദേശത്തെ ഏറ്റവും താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന വീടിന്റെ മുറ്റത്താണ് റോഡിലെ മണ്ണും ചെളിയും ഒലിച്ചെത്തുന്നത്. പ്രതിസന്ധി സംബന്ധിച്ച് നിരവധി തവണ പഞ്ചായത്ത് അധികാരികളെ ബന്ധപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. റോഡും ശരിക്കുള്ള റോഡും ഇല്ല. ഇപ്പോൾ ഇവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീർച്ചാൽ പോകണമെന്നുണ്ട് കന്യപ്പാടി മാടത്തൊക്കെ കന്യപ്പാടി ആയിട്ട് ആ റൂട്ടിൽ പോകണം. അപ്പോൾ ആ റോഡും ശരിയില്ല. റോഡ് ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പാലം ശരിപ്പെടുത്താൻ വേണ്ടി പഞ്ചായത്തിൽ കുറേ പ്രാവശ്യം ഇവർ നിവേദനം നടത്തി ഈ നാട്ടുകാർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു കാരണവശാലും ഇവരതിന് സപ്പോർട്ട് നൽകുന്നില്ല. ഇതിന് വേണ്ടി ബന്ധപ്പെട്ടതിന് അതിന് തിരിഞ്ഞ് നോക്കുന്നുമില്ല. ഇനിയും ഇത് തുടർന്നാൽ ശക്തമായ സമരങ്ങളുമായി ഇറങ്ങുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബസ്സിൽ കടത്തവേ മെത്താഫെറ്റമിൻ മയക്കുമരുന്നുമായി യുവാവ് അറസ്റ്റിൽ. മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ ഹൈദരലിയെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് കർണാടക KSRTC ബസ്സിനകത്ത് നടത്തിയ പരിശോധനയിലാണ് ഹൈദരാലിയെ മയക്കുമരുന്നുമായി പിടികൂടിയത്. 139.38 ഗ്രാം മെത്തഫെറ്റമിൻ മയക്കുമരുന്നാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തത്. മഞ്ചേശ്വരം എക്സൈസ് ഇൻസ്പെക്ടർ ജിനു ജെയിംസും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. എക്സൈസ് സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർ PK ബാബുരാജ്, സിവിൽ എക്സൈസ് ഓഫീസർ TP സജിത്ത് എന്നിവരുമുണ്ടായിരുന്നു. ലഹരിക്കടത്ത് തടയുന്നതിനായി എക്സൈസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പരിശോധനകളാണ് നടത്തിവരുന്നത്. തൃക്കരിപ്പൂരിലെ ചക്രപാണി വിദ്യാമന്ദിരത്തിനെതിരെ DYFI നടത്തിയ മാർച്ചിൽ പ്രതിഷേധിച്ച് സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ടൗണിലെ മാരാളജി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. RSS നിയന്ത്രണത്തിലുള്ള തൃക്കരിപ്പൂരിലെ ചക്രപാണി വിദ്യാമന്ദിരത്തിനെതിരെ DYFI നടത്തിയ മാർച്ചിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ടൗണിലെ മാരാർജി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രകടനം സമാപിച്ചു.
തുടർന്ന് നടന്ന യോഗത്തിൽ RSS പയ്യന്നൂർ ഖണ്ഡ് ബൗദ്ധിക് പ്രമുഖ് കെ ഭവിത്, BJP മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ, ഹിന്ദു ഐക്യവേദി താലൂക്ക് സെക്രട്ടറി കെ രാജൻ കൊയോങ്കര, BJP മണ്ഡലം ഭാരവാഹികളായ കെ ശശിധരൻ, ശ്യാമപ്രസാദ് പേക്കളം, BMS നേതാവ് A രാജീവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ആസിഫ് അലി പാടലെടുക്കയുടെ പ്രവാസം ജീവിതം യാത്രകൾ പുസ്തക പ്രകാശനം കാസർഗോഡ് നടന്നു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പ്രകാശനം നിർവഹിച്ചു. ആസിഫ് അലി പാലടുക്കയുടെ പ്രവാസം ജീവിതം യാത്രകൾ പുസ്തക പ്രകാശനം കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഭവൻ ഓഡിറ്റോറിയത്തിൽ മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം, കാസർഗോഡ് സാഹിത്യവേദി വൈസ് പ്രസിഡന്റ് ഷാഫി അലി നെല്ലിക്കുന്നിന് നൽകി പ്രകാശനം നിർവഹിച്ചു. ഇന്ന് നമുക്ക് ഏത് പ്രോഗ്രാമുണ്ട്, ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോഗ്രാം കൃത്യമായിട്ട് നമുക്ക് ദുബായിലുള്ള ആളുകൾക്ക് കാണാൻ നമുക്ക് സാധിക്കും. ഇനി നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എങ്ങനെ ആയിരിക്കണം, ഏത് രീതിയിലായിരിക്കും, കൃത്യമായിട്ട് അതേ സമയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇതിന്. പക്ഷേ പഴയ കാലത്ത് ജീവിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരുടെ അനുഭവങ്ങളാണ് ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്. ആ അനുഭവമാണ് ഓരോ എഴുത്തുകാരനും പുസ്തകങ്ങളാക്കി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് തന്നെ അഭിവൃദ്ധിക്ക് കാരണമായത് നമുക്ക് ഗൾഫ് രാജ്യങ്ങളാണ്. അത് ആർക്കും വിസ്മരിക്കാൻ സാധിക്കുകയില്ല. NCP ജില്ലാ ജനറൽ സെക്രട്ടറി സുബൈർ പടുപ്പ് അധ്യക്ഷത വഹിച്ചു. ഉത്തരദേശൻ ന്യൂസ് എഡിറ്റർ TA ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സലാം കന്നിപ്പാടി, TR ഹനീഫ്, നൂറുദ്ദീൻ ആറാട്ടുകടവ്, ഷാഫി നെല്ലിക്കുന്ന്, കുമ്പള അക്കാദമി ഡയറക്ടർ ഖലീൽ മാസ്റ്റർ, ജാബിർ കുന്നിൽ, ഉമർ പാലടുക്ക, അഷ്റഫ് നാളത്തടുക്ക, ഫയാസ് ഖത്തർ, പുഷ്പാകരൻ വെണ്ടിച്ചാൽ, കവി ജിൽജിൽ, ഉമേർ തളങ്കര, രവീന്ദ്രൻ പാടി, മാഹിൻ മാസ്റ്റർ, അബ്ദുറഹ്മാൻ പാലടുക്ക, സൈനൽ ഉദുമ, മിഷാൽ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. പുസ്തകരചയിതാവ് ആസിഫ് അലി പാലടുക്ക പുസ്തകത്തെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഷംസുദ്ദീൻ മാസ്റ്റർ സ്വാഗതവും നൈമുദ്ദീൻ പാലടുക്ക നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുള്ളേരിയ കോപ്പറേറ്റീവ് മെഡിക്കൽ സെന്ററിൽ പുതുതായി സ്ഥാപിച്ച അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീന്റെയും ആനന്ദഭട്ട് മല്ലാവര സംഭാവന ചെയ്ത അക്വേറിയത്തിന്റെയും ഉദ്ഘാടനം നടന്നു. സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ സജിത് ബാബു IAS ഉദ്ഘാടനം നിർവഹിച്ചു. മലയോര പ്രദേശമായ മുള്ളേരിയയിൽ 2021 സ്ഥാപിതമായ കാസർഗോഡ് ജില്ലാ സഹകരണ ആശുപത്രി സംഘത്തിന്റെ 3ാം ശാഖയായ മുള്ളേരിയ കോപ്പറേറ്റീവ് മെഡിക്കൽ സെന്ററിൽ സ്ഥാപിച്ചിരിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീന്റെയും ശ്രീ അനന്തഭട്ട് മല്ലാവര സംഭാവന ചെയ്ത അക്വേറിയത്തിന്റെയും ഉദ്ഘാടനം നടന്നു. കേരള സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ സജിത് ബാബു IAS ഉദ്ഘാടനം നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് രഘുദേവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംഘം ഡയറക്ടർ TMA കരീം സ്വാഗതം പറഞ്ഞു. മെഡിക്കൽ സെന്റർ സ്റ്റാഫുകളടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തളങ്കര ഗവൺമെന്റ് മുസ്ലിം ഹൈസ്കൂൾ 75 ബാച്ച് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏഷ്യൻ ഗെയിംസിൽ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന റബിയ ഫാത്തിമയ്ക്കും ആയിഷത്ത മെഹറുന്നിസയ്ക്കും യാത്രയപ്പും അനുമോദനവും നൽകി. കൂട്ടായ്മയുടെ സോഫ്റ്റ് ബേസ്ബോൾ അടങ്ങുന്ന കിറ്റും കൈമാറി. നേപ്പാളിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിലെ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന തളങ്കര ധക്കീറത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിനി റബിയ ഫാത്തിമയ്ക്കും പൂർവ്വ വിദ്യാർത്ഥിനി ആയിഷത്ത് മെഹറുന്നിസയ്ക്കും തളങ്കര ഗവൺമെന്റ് മുസ്ലിം ഹൈസ്കൂൾ 75 ബാച്ച് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ വെച്ച് യാത്രയയപ്പും അനുമോദനവും നൽകി. ചടങ്ങിൽ കൂട്ടായ്മയുടെ സോഫ്റ്റ് ബേസ്ബോൾ അടങ്ങുന്ന കിറ്റ് മുഖ്യാതിഥി മാലിക് ദിനാർ ഫാർമസി കോളേജ് ചെയർമാൻ KS മുഹമ്മദ് ഹബീബ് കൈമാറി. സ്കൂൾ പ്രിൻസിപ്പൽ സവിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ബഷീർ വോളിബോൾ, അഡ്വക്കേറ്റ് VM മുനീർ, ശ്യാമള ടീച്ചർ, ഹസൈനാർ ഹാജി തളങ്കര, ട്രഷറർ MA അഹമ്മദ്, സിവിൽ സർവീസ് വിദ്യാർത്ഥിനി ഷഹദ എന്നിവർ സംസാരിച്ചു. N ഇബ്രാഹിം, AH ഷുക്കൂർ, CM മുസ്തഫ, PA മജീദ്, കബീർ, KK സുലൈമാൻ, PA സലാം, CL ഹനീഫ്, TA അബ്ദുറഹ്മാൻ, PA മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, ബുർഹാൻ, റാഷിദ്, CL മിർഷാദ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ MA ലത്തീഫ് സ്വാഗതവും BU അബ്ദുള്ള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വ്യത്യസ്ത മേഖലകളിൽ പുരസ്കാരങ്ങൾ നേടിയവരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഗ്രന്ഥശാല അംഗീകാരം നേടിയവരെയും തൃക്കരിപ്പൂർ KMK സ്മാരക കലാസമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. P. കോരൻ മാസ്റ്റർ വജ്ര ജൂബിലി ഹാളിൽ നടന്ന അനുമോദന സദസ്സ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു ഉദ്ഘാടനം ചെയ്തു.
പൂരക്കളി അക്കാദമി അവാർഡ് ജേതാവായ തങ്കയത്തെ പനക്കീൽ കണ്ണൻ, ഒളവറയിലെ KV കൃഷ്ണൻ, ഇളമ്പച്ചിയിലെ കാനക്കീൽ കമലാക്ഷൻ പണിക്കർ, ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരം നേടിയ കക്കുന്നം പത്മനാഭൻ പണിക്കർ, ബാലചന്ദ്രൻ നീലേശ്വരം സ്മാരക മാധ്യമ പുരസ്കാരം നേടിയ P. ശില്പ, പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ഇടയിലക്കാട്ടിലെ O. രാജൻ എന്നിവരെയും ലൈബ്രറി കൗൺസിൽ താലൂക്ക് തലത്തിൽ മികച്ച ബാലവേദി വായനാ വെളിച്ചം കൺവീനറായി തിരഞ്ഞെടുത്ത P. ശിവാനന്ദ, മികച്ച ഗ്രന്ഥാലയത്തിനുള്ള പുരസ്കാരം നേടിയ ഉളിയങ്കടവ് P. കോരൻ മാസ്റ്റർ സ്മാരക ഗ്രന്ഥാലയത്തെയും അനുമോദിച്ചു. അനുമോദന സദസ്സ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജനാധിപത്യമായാലും മതേതരത്വമായാലും അതൊക്കെ വിള്ളൽ സംഭവിച്ചുകൊണ്ട് അതിൻ്റെ മൂല്യങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു കാലഘട്ടത്തിലും KMK കലാസമിതി വർഷങ്ങൾ പിന്നിടുമ്പോഴും ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലതയോടും അതിൻ്റെ ഭംഗിയോടും നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കലാസമിതിയാണ്. ഇന്ന് നമുക്ക് തൃക്കരിപ്പൂരിൽ ഒരു കാലത്ത് ഒട്ടേറെ സാംസ്കാരിക പ്രവർത്തനങ്ങളുണ്ടായി, ക്ലബ്ബുകൾ. എന്നാൽ ഇന്ന് അതൊക്കെ എണ്ണം പറഞ്ഞ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മികച്ച സംഘാടകരില്ല, സാമ്പത്തിക ശേഷിയില്ല, പല സാംസ്കാരിക പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ആരും വരാത്തൊരു കാലഘട്ടം. KMK കലാസമിതി പ്രസിഡന്റ് P. രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ സുജീഷ് പിലിക്കോട് ഉപഹാര സമർപ്പണവും അനുമോദന പ്രഭാഷണവും നടത്തി. ഹോസ്ദുർഗ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുരേന്ദ്രൻ മേലിയാട്ട്, KMK കലാസമിതി സെക്രട്ടറി K. ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി K. അംബു, വനിതാവേദി പ്രസിഡന്റ് സുസ്മിത ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അനുമോദനം ഏറ്റുവാങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരളം ഭരിക്കുന്ന ഇടത് സർക്കാരിനോടുള്ള പ്രതിഷേധമാണ് എല്ലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും അവർ വലിയ മാർജിനിൽ പരാജയപ്പെടുവാൻ കാരണമായതെന്ന് കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞു. തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രിയദർശിനി മന്ദിരത്തിൽ നടത്തിയ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2016-ലുണ്ടായ വലിയ നേട്ടം വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF-ന് ജനങ്ങൾ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത പ്രവർത്തനങ്ങൾക്കാണ്, മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കാണ് KPCC ഇപ്പോൾ നേതൃത്വം കൊടുത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും മണ്ഡല കോൺഗ്രസ് കമ്മിറ്റികളുടെയും വാർഡ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ എല്ലാം നേതൃത്വത്തിൽ മുമ്പോട്ട് പോകുന്നു. തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M. രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി KV സുധാകരൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ P. കുഞ്ഞിക്കണ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി C. രവി, K. ശ്രീധരൻ മാസ്റ്റർ, K. ശശി, K. അശോകൻ, അജിത് തൈക്കീൽ എന്നിവർ സംസാരിച്ചു. മിഷൻ 2025 റിസോഴ്സ് പേഴ്സൺമാരായ KV രാമചന്ദ്രൻ, കരിച്ചേരി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ദേളി ജാമിയ സാദിയ അറബിയയിൽ ലോ കോളേജ് ആരംഭിക്കുന്നതിന് സർക്കാർ അനുമതി. 5 വർഷത്തെ BA LLB ഇൻ്റഗ്രേറ്റഡ് കോഴ്സിനാണ് അംഗീകാരം ലഭിച്ചത്. കോളേജ് കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം വ്യാഴാഴ്ച ചട്ടഞ്ചാൽ കോളിയടുക്കം ലോ കോളേജ് ക്യാമ്പസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തന മേഖലയിൽ 5 പതിറ്റാണ്ട് പിന്നിടുന്ന സാദിയയ്ക്ക് ലഭിച്ച അംഗീകാരമാണ് ലോ കോളേജ് എന്നും കേരളത്തിൽ സമന്വയ വിദ്യാഭ്യാസമെന്ന ആശയത്തിന് തുടക്കം കുറിച്ച സാദിയ ഇന്ന് 30-ൽ പരം സ്ഥാപനങ്ങളുമായി 8000-ലധികം വിദ്യാർത്ഥികൾക്കാണ് പഠന സൗകര്യമൊരുക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ലോ കോളേജ് കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന ചടങ്ങിൽ സാദിയ സാരഥികളും ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ലോ കോളേജ് ആരംഭിക്കുകയാണ്. അതിൻ്റെ ശിലാസ്ഥാപനം പ്രൊജക്ട് ലോഞ്ചിങ്ങും വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് സാഹിത്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ക്യാമ്പസിൽ അതിൻ്റെ തറക്കല്ലിടെ ബഹുമാനപ്പെട്ട സാഹിത്യയുടെ പ്രസിഡന്റ് തങ്ങൾക്കുമ്പോൾ അവർ നിർവഹിക്കും. പ്രൊജക്ട് ലോഞ്ചിങ് കർണാടക സ്പീക്കർ ബഹുമാനപ്പെട്ട കുട്ടിക്കാലത്ത് സാഹിബ് നിർവഹിക്കും. മുഹമ്മദ് അലി സക്കാഫി തൃക്കരിപ്പൂർ, BS അബ്ദുല്ലക്കുഞ്ഞി ഫൈസി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, ഹാജി അബ്ദുല്ല, ഹുസൈൻ കടവത്ത്, കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സാദി, മുസ്തഫ മാസ്റ്റർ PV എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
തൃക്കരിപ്പൂർ ടൗണിലെ ലോട്ടറി സ്റ്റാളിൽ നിന്നും വിൽപ്പന നടത്തിയ ലോട്ടറി ടിക്കറ്റിന് 1 കോടി രൂപയുടെ ഒന്നാം സമ്മാനം ലഭിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം നറുക്കെടുത്ത സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യധാരയുടെ 1 കോടി രൂപയുടെ ഒന്നാം സമ്മാനമാണ് തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റിന് സമീപത്തെ സൗഭാഗ്യ ലോട്ടറി സ്റ്റാളിൽ നിന്നും വിൽപ്പന നടത്തിയ ടിക്കറ്റിന് ലഭിച്ചത്. സ്റ്റാൾ ഉടമ തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിന് സമീപത്തെ പുതിയ വളപ്പിൽ രാജൻ വിൽപ്പന നടത്തിയ BE 220046 നമ്പർ ടിക്കറ്റിനാണ് 1 കോടി ലഭിച്ചത്. എന്നാൽ 1 കോടി സമ്മാനമടിച്ച ആ ഭാഗ്യവാൻ ആരെന്ന് ഇതുവരെ അറിയില്ലെന്ന് രാജൻ പറഞ്ഞു. 16 വർഷമായി തൃക്കരിപ്പൂർ ടൗണിൽ ഭാഗ്യക്കുറി വിൽപ്പനക്കാരനായ രാജൻ വിറ്റ ടിക്കറ്റുകളിൽ 1 ലക്ഷം രൂപ വരെ ഇതിനു മുൻപ് സമ്മാനമടിച്ചിട്ടുണ്ടെങ്കിലും 1 കോടിയുടെ ഒന്നാം സമ്മാനമടിക്കുന്നത് ഇതാദ്യമായാണ്. ആദ്യകാലത്ത് സ്വകാര്യ ബീഡി തൊഴിലാളിയായിരുന്ന രാജൻ പിന്നീട് അബുദാബിയിൽ പ്രവാസ ജീവിതം നയിച്ചിരുന്നു. 2009 ശേഷമാണ് തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റിന് സമീപത്ത് ലോട്ടറി വിൽപ്പന സ്റ്റാൾ തുടങ്ങുന്നത്. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ വിൽപ്പന നടത്തിയ ടിക്കറ്റിലാണ് 1 കോടിയുടെ സമ്മാനമടിച്ചത്. സെയിം അല്ലാതെ ഒറ്റയ്ക്കെടുത്ത ടിക്കറ്റിനാണ് 1 കോടി സമ്മാനമടിച്ചതെന്ന് രാജൻ പറയുന്നു. കണ്ണൂർ ന്യൂ ലക്കി സെന്ററിൽ നിന്നും എടുത്ത് വിൽപ്പന നടത്തിയ ടിക്കറ്റാണ് ഒന്നാം സമ്മാനത്തിന് അർഹത നേടിയത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കടൽക്ഷോഭത്തിൽ നിന്നും തീരദേശ മേഖലയെ സംരക്ഷിക്കണമെന്നും ജനങ്ങളുടെ ജീവനും വീടുകൾക്കും സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ട് BJP ഉദുമ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കനത്ത മഴയെപ്പോലും വകവയ്ക്കാതെയാണ് പ്രവർത്തകർ ബേക്കലിൽ നിന്നും പ്രകടനവുമായി എത്തിയത്. കടൽക്ഷോഭത്തിൽ നിന്ന് തീരദേശ മേഖലയെ സംരക്ഷിക്കണമെന്നും ജനങ്ങളുടെ ജീവനും വീടുകൾക്കും സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് BJP ഉദുമ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കടലാക്രമണത്തിൽ തകർന്ന തീരങ്ങളിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ കടലിലിറങ്ങി പ്രതിഷേധിച്ചു. റോഡ് ഉപരോധത്തിനിടെ അപ്രതീക്ഷിതമായി BJP പ്രവർത്തകർ കടലിൽ ഇറങ്ങി പ്രതിഷേധിച്ചത് പോലീസിനെ അമ്പരപ്പിച്ചു. തുടർന്ന് പ്രവർത്തകർ പ്രതിഷേധവുമായി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. പ്രതിഷേധിച്ച BJP പ്രവർത്തകരോട് പോലീസ് പിരിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടെങ്കിലും കനത്ത മഴയിൽ റോഡിൽ പ്രതിരോധം തീർക്കുകയായിരുന്നു. സമരപരിപാടി BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടി ഈ കടലിന്റെ മക്കളെ സംരക്ഷിക്കാൻ, തീരദേശത്തെ സംരക്ഷിക്കാൻ, KSTP റോഡ് സംരക്ഷിക്കാൻ, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മണ്ഡപങ്ങൾ സംരക്ഷിക്കാൻ, ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി അടിയന്തരമായിട്ട് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഇന്ന് ഈ സമരം നടത്തുന്നത്. തൃക്കണ്ണാട് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് പള്ളിവേട്ട നടക്കുന്ന മണ്ഡപം കടലൊഴുക്കാറായി. കൊടുങ്ങല്ലൂർ ദേവിയുടെ ഭണ്ഡാരവും കടലേറ്റത്തിൽ തകർന്നു. ചന്ദ്രഗിരി സംസ്ഥാന പാത കടലെടുക്കാൻ ഇനി മീറ്ററുകൾ മാത്രമാണ് ബാക്കി. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രവും കടലാക്രമണ ഭീഷണിയിലാണ്. ഇതിനെല്ലാം ശാശ്വത പരിഹാരം കാണണമെന്നതായിരുന്നു സമരക്കാരുടെ ആവശ്യം. ഉദുമ മണ്ഡലം പ്രസിഡന്റ് ഷൈനിമോൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി N. ബാബുരാജ്, ഉദുമ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ തമ്പാൻ അച്ചേരി, സദാശിവൻ മണിയങ്കാനം എന്നിവർ സംസാരിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രദീപ് M. കൂട്ടക്കനി സ്വാഗതം പറഞ്ഞു. ഉപരോധ സമരത്തിന് മണ്ഡലം സെക്രട്ടറി സൗമ്യ പത്മനാഭൻ, ഗജാൻജി VA രതീഷ്, ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് മധുസൂദനൻ, ജനറൽ സെക്രട്ടറി വിനൽ മുല്ലച്ചേരി, പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ, ജനറൽ സെക്രട്ടറി നിതിൽ കൃഷ്ണ, പഞ്ചായത്ത് അംഗം വിനയൻ കോട്ടിക്കുളം എന്നിവർ നേതൃത്വം നൽകി. പിന്നീട് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കണ്ണാട്. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ V. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മക്കളെ കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് അനുമോദിച്ചു. കേന്ദ്ര സർവകലാശാലയിൽ നിന്നും MSc കെമിസ്ട്രിയിൽ 1ാം റാങ്ക് നേടിയ ശ്രേയ ശ്രീജിത്ത്, MTech എഞ്ചിനീയറിംഗിൽ നാഷണൽ ഫോറൻസിക് യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്തിൽ നിന്നും ഗോൾഡ് മെഡൽ നേടിയ ശ്രീരഞ്ജിനി, +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്ക് നേടിയ ദേവിക എന്നിവരെയും അനുമോദിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ V. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ആ സംഘത്തിന്റെ പ്രവർത്തന വ്യക്തി ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്.
കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയും കുട്ടികളിൽ ഉണ്ടാവേണ്ട ശ്രദ്ധയെക്കുറിച്ചുമൊക്കെ ശുഭ ടീച്ചറും രാജേഷ് മാഷുമൊക്കെ വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പല രീതിയിലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന പല മാധ്യമങ്ങളും വലിയ രീതിയിൽ കുട്ടികളെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെയൊക്കെ തിരിച്ചറിയാനും എന്താണ് നമ്മുടെ സമൂഹം എന്നുള്ളതും ഈ സമൂഹത്തിനകത്ത് എന്ത് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പരിശോധന നടത്താൻ കഴിയുന്ന രീതിയിലേക്കുള്ള ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ അധ്യക്ഷത വഹിച്ചു. കവയിത്രി CP ശുഭ, CPM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ, കർഷക സംഘം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി മൂലക്കണ്ടം പ്രഭാകരൻ, കാഞ്ഞങ്ങാട് സഹകരണ പരിശീലന കോളേജ് പ്രിൻസിപ്പൽ PV രാജേഷ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് V ഗിനീഷ്, ഭരണസമിതി അംഗങ്ങളായ ഗോപാലൻ വേലാശ്വരം, അശോകൻ മാണിക്കൊത്ത്, രമേശൻ ഗാർഡർ വളപ്പ്, ബിന്ദു മടിയൻ, K ഉഷ, സെക്രട്ടറി VV ലേഖ, മാനേജർ M സതീശൻ, കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി KV വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള ഭാരത് സേവക് സമാജം പുരസ്കാരം നേടി തിരിച്ചെത്തിയ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാതയ്ക്ക് സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ സഹ കൗൺസിലർമാരാണ് സ്വീകരണം ഒരുക്കിയത്. മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള ഭാരത് സേവക് സമാജം പുരസ്കാരം നേടി തിരിച്ചെത്തിയ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാതയ്ക്ക് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ സഹ കൗൺസിലർമാർ സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ നിന്ന് നയിക്കുകയും വിദ്യാഭ്യാസ മേഖലയിലെയും ലൈഫ് ഭവന പദ്ധതികളുടെയും മികച്ച ഇടപെടൽ നടത്തിയത് പരിഗണിച്ചാണ് പുരസ്കാരം ലഭിച്ചത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാരം ഏറ്റുവാങ്ങി. മാവേലി എക്സ്പ്രസിൽ കാഞ്ഞങ്ങാട്ടെത്തിയ പുരസ്കാര ജേതാവിന് സഹ കൗൺസിലർമാർ സ്വീകരണം നൽകി. മുതിർന്ന അംഗം H ശിവദത്ത് പൂച്ചെണ്ടു നൽകി സ്വീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K ലത, K അനീഷൻ, K പ്രഭാവതി, കൗൺസിലർമാരായ PV മോഹനൻ, C രവീന്ദ്രൻ, T ബാലകൃഷ്ണൻ, AK ലക്ഷ്മി, M ശോഭന, KV മായാകുമാരി, TV സുജിത് കുമാർ, ഫൗസിയ ഷെരീഫ്, പേഴ്സണൽ സ്റ്റാഫ് റസിക് അദ്യാമ്പൂർ എന്നിവർ പങ്കെടുത്തു. സ്വീകരണം നൽകിയ സഹ കൗൺസിലർമാർക്കും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഈയൊരു നേട്ടം കൈവരിക്കാൻ സഹായിച്ച മുഴുവൻ കൗൺസിലർമാർക്കും ജീവനക്കാർക്കും പൊതുപ്രവർത്തകർക്കും നാട്ടുകാർക്കും നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത നന്ദി അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിലെ പ്രധാന കെട്ടിടം വികസന പരിധിക്ക് പുറത്ത്. സ്റ്റേഷൻ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനാണ് ദുരവസ്ഥ. നിർത്തിയിട്ടിരുന്ന ബൈക്കിൽ നിന്നും പെട്രോൾ ഊറ്റിയെടുത്ത കേസിലെ പ്രതി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയോടി. പേരാൾ നിരോളിലെ റുമൈസ് ആണ് രക്ഷപ്പെടുവാൻ ശ്രമിച്ചത്. നിർച്ചാൽ മാടത്തടുക്ക ചോയ്മുല റോഡിന്റെ ശോചനീയാവസ്ഥ, നടപടി വേണമെന്ന് നാട്ടുകാർ. ബസ്സിൽ കടത്തവേ മെത്താഫെറ്റമിൻ മയക്കുമരുന്നുമായി യുവാവ് അറസ്റ്റിൽ. കുഞ്ചത്തൂരിലെ ഹൈദരലിയാണ് എക്സൈസ് പിടിയിലായത്. പാദപൂജ വിവാദം. ചക്രപാണി വിദ്യാമന്ദിരത്തിനെതിരെ DYFI നടത്തിയ മാർച്ചിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ പ്രതിഷേധം. ആസിഫ് അലി പാടലടുക്കയുടെ പ്രവാസം ജീവിതം യാത്രകൾ പുസ്തകം പ്രകാശനം ചെയ്തു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പ്രകാശനം നിർവഹിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.